14-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം പൂർത്തിയായതായി പറയുന്നുവെങ്കിലും നിർമ്മാണം ആരംഭിച്ച കാലത്തെപ്പറ്റി ഒരു ചരിത്രരേഖകളിലും പറയാത്ത ഒരു ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ. നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ, ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രൗഢദേവരായ എന്ന ദേവരായ രണ്ടാമൻ്റെ കാലത്ത് ലക്കൻ ദണ്ഡേശൻ എന്ന നായികൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട വിരൂപാക്ഷ ക്ഷേത്രം പഴമയുടെ സ്മാരകം എന്ന വിധത്തിൽ ഏറ്റവും പ്രശസ്തം. വിജയനഗര സാമ്രാജ്യം വരുന്നതിന് മുൻപ് 7-ാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രം നിലനിന്നതിൻ്റെ തെളിവുകൾ 9ഉം 10ഉം നൂറ്റാണ്ടുകളിലെ ഈ ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ കാണാം. ഒരു ചെറിയ ക്ഷേത്രം ഹൊയ്സാല ചാലൂക്യ ഭരണാധികാരികളുടെ വികസനത്തിന് ശേഷം വിജയനഗര സാമ്രാജ്യകാലത്ത് ഒരു ക്ഷേത്ര സമുച്ചയമായി മാറി. ഇന്നും ഹംപിയിൽ സംരക്ഷിക്കപ്പെടുന്ന നിത്യപൂജയുള്ള ഒരേ ഒരു ക്ഷേത്രം. ഗംഭീരമായ കൊത്തുപണികളുള്ള 9 നിലകളിൽ നമ്മൾ പ്രവേശിച്ച കിഴക്കേ ഗോപുരം, കനകഗിരി ഗോപുരം എന്ന വടക്കേ ഗോപുരം, ഭീമാകാരമായ കല്ലുകൾ മുറിച്ചടുക്കിയുണ്ടാക്കിയ സംരക്ഷണ ചുവരുകൾ, കൃത്യതയാർന്ന കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ട പ്രതിമകൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികളെയും കുറച്ചു നേരമെങ്കിലും നോക്കി നിർത്തുന്ന ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ലക്ഷ്മി എന്ന ഈ ആന. ഭക്തജനങ്ങൾ സമ്മാനിക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും രൂപയാണെങ്കിൽ ഉടൻ തന്നെ ആനപ്പാപ്പാൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്ന പരിശീലനം ലഭിച്ച ആന. ഇന്ന് വിശേഷ ദിവസം അല്ലാത്തതിനാൽ ലക്ഷ്മിയെ പുറത്തേക്ക് ഇറക്കിയില്ല. വിശേഷ ദിവസങ്ങളിൽ ഈ ആനയെ അടുത്ത് കാണാനും തുമ്പിക്കൈ തലയിൽ വയ്ക്കാനും സന്ദർശകരുടെ തിരക്കാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന മേൽക്കൂരയിൽ കൽപ്പാളികൾ പാകിയ ഈ മണ്ഡപത്തിലൂടെ നടക്കുമ്പോൾ ശീതീകരിച്ച ഒരു മുറിയിലൂടെ നടക്കുന്ന അനുഭവം. വിശേഷ ദിവസങ്ങളിലെ ആൾത്തിരക്ക് നിയന്ത്രിക്കാനുള്ള കമ്പിവേലിയാണ് നടുവിലൂടെ കാണുന്നത്. താമരയുടെ മാതൃകയിൽ കൊത്തിയുണ്ടാക്കിയ കൽപാത്രം ഭംഗിയുണ്ട്, പക്ഷെ അകത്തേക്ക് നോക്കരുത്. ഈ മുഖമണ്ഡപത്തിലൂടെ വേണം ശ്രീകോവിലേക്ക് കയറാൻ. പോകുന്ന വഴിയിൽ ഒരു വലിയ കാണിക്കപ്പെട്ടി കാണാം. 25 രൂപയുടെ പ്രത്യേക പ്രവേശന ചീട്ട് എടുത്താലേ പ്രധാന പ്രതിഷ്ഠയായ വിരൂപാക്ഷ സ്വാമിയെ അടുത്തു നിന്ന് ദർശിക്കാനാകും. എവിടെ നോക്കിയാലും വിനോദസഞ്ചാരികൾ മാത്രമുള്ള അന്തരീക്ഷത്തിൽ ഭക്തിപുരസരം പ്രാർത്ഥിക്കാൻ നല്ല ഏകാഗ്രത ആവശ്യം. ഇതാണ് ഈ ക്ഷേത്രത്തിലെത്തുന്ന സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലം. ഈ ദ്വാരത്തിലൂടെ പ്രധാന ഗോപുരത്തിൻ്റെ നിഴൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പിന്നിലുള്ള ചുവരിൽ തലകുത്തനെ പ്രതിഫലിക്കുന്നു. ആ ദ്വാരത്തിൽ എന്തെങ്കിലും ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കാണുന്നില്ല. പ്രധാന ശ്രീകോവിലിന് പുറത്തുള്ള ഭഗവാൻ മുരുകൻ്റെ പ്രതിഷ്ഠ. ശ്രീകോവിലിനോട് ചേർന്നുള്ള ഗണപതി പ്രതിഷ്ഠ. ഭഗവാൻ ശിവൻ്റെ അടുത്ത് ശ്രീ പാർവതിയും ഉണ്ടാകും. ഇവിടെ പമ്പാദേവി എന്ന പേരിലാണ് പ്രതിഷ്ഠ. ചുറ്റുപാടും കല്ലുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും ശില്പികൾ ധാരാളം ഉണ്ടായതുകൊണ്ടും ഓരോ നിർമ്മിതിയും നോക്കി നിൽക്കാൻ, ആസ്വദിക്കാൻ വിജയനഗര കാലഘട്ടം എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു തൂണിലെ കൊത്തുപണികൾ എത്ര നാളത്തെ അധ്വാനമായിരിക്കും. അപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ എത്ര ജോലിക്കാർ എത്ര വർഷം പണിയെടുത്തിരിക്കും. കനകഗിരി ഗോപുരം എന്ന ഈ വാതിലിലൂടെ വടക്കേ നടയിലേക്ക് മുമ്പോട്ട് പോയാൽ തുംഗഭദ്ര നദീതീരത്തെത്തും. ഭക്തജനങ്ങൾക്ക് ഇറങ്ങാൻ അനുവാദമില്ലാത്ത ക്ഷേത്രക്കുളം. ഉത്സവകാലത്ത് ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം. ഇവിടെയും പ്രതിഷ്ഠയില്ലാത്ത പൂജ നടക്കാത്ത ഉപദൈവ ക്ഷേത്രങ്ങൾ കാണാം.
ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കനകഗിരി ഗോപുരം, 5 നിലകൾ. ഇവിടെ 3 ഭാവത്തിലുള്ള നന്ദിപ്രതിഷ്ഠകൾ കാണാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു നന്ദിപ്രതിഷ്ഠയെ കാണാറുള്ളൂ. 38 ഒറ്റക്കൽ തൂണുകളിൽ മഹത്തായ ശില്പവേലകൾ അടങ്ങിയ കൽമണ്ഡപം ഭ്രമിച്ചു നിന്ന് കാണാം. ഓരോ തൂണിലും വ്യത്യസ്തമായ ശില്പവേലകൾ. തുംഗഭദ്ര നദിയിലെ ജലം പ്രത്യേക കൽപ്പാത്തികളിലൂടെ ഒഴുകി ക്ഷേത്രത്തിൻ്റെ അടുക്കളയിലൂടെ പുറത്തേക്ക് പോകുന്ന വിധത്തിലുള്ള നിർമ്മാണം ഇവിടെയുണ്ട് എന്ന് പറയുന്നു. ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിക്കാത്തതുകൊണ്ട് കാണാനും ക്യാമറയിൽ പകർത്താനും സാധിച്ചില്ല. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ക്ഷേത്രചരിത്രം കൊത്തിവെച്ചിരിക്കുന്ന കല്ലെന്ന് പറയപ്പെടുന്നു. ഭാഷ അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. വിരൂപാക്ഷ ക്ഷേത്രം എല്ലാവർക്കും ഇഷ്ടമായോ? വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്. ഗുഡ് ബൈ.